എൻ്റെ ഇന്നൊവേറ്റീവ് വർക്ക് എന്ന് പറയുന്നത് ഡെമോക്രസിയാണ്. ഡെമോക്രസിയുടെ ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു 3D മോഡലാണ് എൻ്റെ ഇന്നൊവേറ്റീവ് വർക്ക്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് രാജ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ആര് തന്നെയാണ്? ഇന്ത്യയിലെ ജനങ്ങൾ തന്നെയാണ്. ആദ്യം തന്നെ നമുക്ക് ഡെമോക്രസിയുടെ ഫീച്ചറായ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് നോക്കാം. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിലും 18 വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതും ഏത് പ്രകാരമാണ്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് പ്രകാരം നമുക്ക് വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഒരാൾക്ക് ഒരു വോട്ട് എന്ന രീതിയിൽ. അടുത്തത് നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? കണ്ടില്ലേ, സീക്രട്ട് ബാലറ്റ് സിസ്റ്റത്തിലൂടെയാണ്. ഇലക്ഷനിലൂടെ സീക്രട്ട് ബാലറ്റ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ പ്രമുഖ പാർട്ടികളുടെ ചിഹ്നങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാണ് EVM മെഷീൻ എന്ന് പറയുന്നത്. നമ്മുടെ ചിഹ്നങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിൻ്റെ പേരും ഇതിൽ കാണുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ EVM മെഷീനിലൂടെ നമുക്ക് വോട്ട് കാസ്റ്റ് ചെയ്യാവുന്നതാണ്. അതും എങ്ങനെയാണ്? സീക്രട്ട് ബാലറ്റ് സിസ്റ്റത്തിലൂടെ. നമ്മുടെ വോട്ട് നമ്മൾ മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയാൻ സാധിക്കില്ല. അതും ഒരാൾക്ക് ഒരു വോട്ട് എന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ സീക്രട്ട് ബാലറ്റ് സിസ്റ്റത്തിലൂടെ വോട്ട് കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു ഫീച്ചർ നമ്മൾ പറഞ്ഞു, ഇലക്ഷൻ തന്നെയാണ്. ഇലക്ഷൻ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. കണ്ടില്ലേ, ആൾക്കാർ ക്യൂ നിന്നാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. എല്ലാവരുടെ കയ്യിലും എന്തുണ്ട്? ഐഡൻറ്റിറ്റി കാർഡും ഉണ്ട്, ഇലക്ഷൻ ID കാർഡും ഉണ്ട്. ഇലക്ഷൻ ID കാർഡ് വെച്ച് 18 വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരു ഇന്ത്യൻ പൗരനും ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ സീക്രട്ട് ബാലറ്റ് സിസ്റ്റത്തിലൂടെ വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തൊരു ഫീച്ചറാണ് എന്തെന്ന് പറയുന്നത്? കോയിലേഷൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. കോയിലേഷൻ ഗവൺമെൻറ് എന്ന് വെച്ചാൽ ഇലക്ഷന് ഏറ്റവും കൂടുതൽ മെജോറിറ്റി വോട്ട് കിട്ടുന്ന പാർട്ടിയാണ് ഇന്ത്യയിൽ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. എന്നാൽ ഒരു പാർട്ടിക്കും പാർലമെൻറ്റിൻ്റെ നിശ്ചിത വോട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ മെജോറിറ്റി വോട്ട് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പാർട്ടികൾക്ക് എന്ത് ഫോം ചെയ്യാം? കോയിലേഷൻ ഫോം ചെയ്യാം. കണ്ടില്ലേ, കോയിലേഷൻ പ്രകാരം വിവിധ പാർട്ടികൾക്ക് കോയിലേഷൻ പ്രകാരം പാർട്ടി ഫോം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഫോം ചെയ്യാൻ കഴിയും. ഇവർ മറ്റു പാർട്ടികൾ തമ്മിൽ സഖ്യം കൂടുകയും അങ്ങനെ ഒന്നിലധികം പാർട്ടികൾ കൂടി ചേർന്ന് മെജോറിറ്റി വോട്ട് ഉണ്ടാക്കിയിട്ട് കോയിലേഷൻ ഗവൺമെൻറ് ഇന്ത്യയിൽ സ്ഥാപിക്കും. ഇതാണ് എൻ്റെ ഇന്നൊവേറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഡെമോക്രസിയുടെ ഫീച്ചേഴ്സിൻ്റെ ഒരു 3D മോഡലാണ് എൻ്റെ ഇന്നൊവേറ്റീവ് വർക്ക്.